ചരിത്രം ഓരോ കല്ലിലും ശ്വാസമെടുക്കുന്ന ഒരു നഗരമാണ് ഔറംഗാബാദ്. അങ്ങനെ പറയാൻ കാരണം അജന്തയും എല്ലോറയും പോലുള്ള അത്ഭുത ഗുഹകൾ ഉള്ളത് ഇവിടെയാണ്. ഛത്രപതി സംഭാജി നഗർ എന്നാണ് ഔറംഗാബാദിന്റെ പുതിയ പേര്. ഔറംഗാബാദിലേക്ക് നിങ്ങൾ കേരളത്തിൽ നിന്ന് ട്രിപ്പ് വരണമെങ്കിൽ നിങ്ങൾക്ക് ട്രെയിൻ വഴിയാണ് വരേണ്ടതെങ്കിൽ കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിൻ ഒന്നും ഇല്ല. നിങ്ങൾ കേരളത്തിൽ നിന്ന് നാസിക്കിലെ മൻമത് ജംഗ്ഷനിലേക്ക് ട്രെയിൻ എടുത്തിട്ട് അവിടുന്ന് പിന്നെ ഔറംഗാബാദിലേക്ക് വേറെ ട്രെയിൻ മാറി കയറണം. മൻമത് ജംഗ്ഷനിൽ നിന്ന് ഔറംഗാബാദിലേക്ക് ഒരു 2-2.5 മണിക്കൂറുള്ളൂ. അപ്പോൾ നിങ്ങൾ ടോട്ടൽ ജേർണി ഒരു 30 മണിക്കൂറിലും മുകളിലുണ്ടാവും. പെട്ടെന്ന് എത്താൻ ഫ്ലൈറ്റാണ് എടുക്കണം. ഫ്ലൈറ്റാണ് എടുക്കുന്നതെങ്കിൽ ഔറംഗാബാദ് എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് എടുക്കുക. ഔറംഗാബാദ് ഫ്ലൈറ്റ് കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് ഞങ്ങൾ ഷിർദി എയർപോർട്ടിലേക്കാണ് ഫ്ലൈറ്റ് എടുത്തത്. ഷിർദിയിൽ നിന്ന് ഔറംഗാബാദിലേക്ക് പിന്നെയും ഒരു 2 മണിക്കൂർ കൂടുതൽ പോകാനുണ്ട്. ഞങ്ങൾക്ക് ഫ്ലൈറ്റിന് അപ്പ് ആൻഡ് ഡൗൺ ഒരാൾക്ക് 14,000 രൂപയാണ് ആയത്. ഫ്ലൈറ്റ് റേറ്റിലധികം ഡിഫറൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഔറംഗാബാദിലേക്ക് തന്നെ ഫ്ലൈറ്റ് എടുക്കുക. കാരണം എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് സിറ്റി. ഷിർദി എയർപോർട്ടിൽ നിന്ന് ഔറംഗാബാദ് സിറ്റിയിലേക്ക് പോകാൻ ഒരു 3,000 രൂപയ്ക്കാവും ടാക്സിക്ക്. ഞങ്ങൾ ആദ്യം ഷിർദി ബസ് സ്റ്റാൻഡിലേക്ക് ടാക്സി പോയിട്ട് അവിടുന്ന് ബ്ലാ കാറിലാണ് ഔറംഗാബാദിലേക്ക് പോയത്. അതൊരു ഷെയർഡ് കാറാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കോസ്റ്റ് വളരെ കുറവായിട്ടാണ് വന്നത്. ഒരാൾക്ക് 250 റുപ്പീസേ ആയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണേൽ അങ്ങനെ ചെയ്യാം. പക്ഷെ തിരിച്ചു വരുമ്പം അങ്ങനെയൊക്കെ വരുമ്പം നിങ്ങൾക്ക് ഫ്ലൈറ്റ് മിസ്സാവാതെ നോക്കണം. അതുകൊണ്ട് തിരിച്ച് ഞങ്ങൾ ടാക്സി വിളിച്ചാണ് വന്നത്. ഷിർദി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് ഷിർദി സായിബാബ മന്ദിർ. അപ്പോൾ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അവിടെ കയറിയിട്ട് പോയാൽ മതി. പക്ഷെ അവിടെ ദർശനത്തിലൊക്കെ കുറേ ക്യൂ നിൽക്കണം എന്ന് തോന്നുന്നു. മുൻകൂട്ടി ബുക്ക് ചെയ്ത് വന്നാലേ ഉള്ളൂ കയറാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് കഴിഞ്ഞിട്ടാണ് ഫ്ലൈറ്റ് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ഷിർദി ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് ബ്ലാ കാർ കയറിയപ്പോഴേക്കും ഒരു 4-4:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഔറംഗാബാദ് എത്തിയപ്പോഴേക്കും സന്ധ്യ 6-6:30 ആയിട്ടുണ്ടായിരുന്നു. ഹോട്ടൽ ജിഞ്ചറിലാണ് ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തിരുന്നത്. ഇത് ഔറംഗാബാദ് സിറ്റിൻ്റെ അടുത്ത് തന്നെയാണ്. ഞങ്ങൾക്കൊരു റൂമിന് 5,000 രൂപയാണ് ആയത്. അതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയിരുന്നു. ഇവിടെ റൂമൊക്കെ നീറ്റായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റേ നിങ്ങൾ ബുക്ക് ചെയ്യുക. ഇവിടെ പല ബഡ്ജറ്റിലും സ്റ്റേ അവൈലബിൾ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ആയിരുന്നു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ 3 നൈറ്റ്സിലേക്കാണ് ഇവിടെ സ്റ്റേ ബുക്ക് ചെയ്തത്. ഇവിടെ ആക്ച്വലി കറങ്ങാൻ 3 ഡേയ്സിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷെ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഫുള്ള് ട്രാവൽ കാരണം പോയതുകൊണ്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഡേ ആണ് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാൻ പറ്റിയത്. നിങ്ങൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. 3 ഡേയ്സിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇവിടെ. നെക്സ്റ്റ് ഡേ ഞങ്ങൾ അജന്ത കേവ്സിലേക്കാണ് പോകുന്നത്. അജന്ത കേവ്സ് ഔറംഗാബാദ് സിറ്റിയിൽ നിന്ന് 2 മണിക്കൂർ ദൂരമുണ്ട്. ഞങ്ങളൊരു ദിവസത്തേക്കുള്ള ടാക്സി ബുക്ക് ചെയ്തിട്ടാണ് പോയത്. ടാക്സിൻ്റെ കോൺടാക്റ്റ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ടാക്സി ചാർജ് 3,000 രൂപയാണ് ആയത്. അങ്ങോട്ടേക്ക് പോകാനും തിരിച്ചു വരാനുമായിട്ട് അവർ നമ്മളെ ഹോട്ടലിൽ വന്നിട്ട് പിക്ക് ചെയ്തോളും. നിങ്ങൾക്ക് ബസ്സിൽ പോകണമെങ്കിൽ ബസ്സിലും പോവാം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഷട്ടിൽ ബസ് ഉണ്ട്. അത് കയറിയിട്ട് വേണം ഉള്ളിലോട്ടേക്ക് പോകാൻ. AC ഷട്ടിൽ ബസ്സാണ് 25 റുപ്പീസ്, നോൺ AC ആണ് 15 റുപ്പീസ്. അങ്ങനെയാണ് റേറ്റ്. ബസ്സസ് വരുന്ന ഓർഡറിൽ നമ്മൾ കയറി പോവുക വേണ്ടത്. രാവിലെ 9 മണി തൊട്ടിട്ട് വൈകുന്നേരം 5:30 വരെയാണ് അജന്ത കേവ്സ് ഓപ്പൺ ആയിരിക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ വേണം പോയി വരാൻ. അജന്തയിലേക്കുള്ള എൻട്രി ഫീ ഒരാൾക്ക് 40 രൂപയാണ്. പിന്നെ തിങ്കളാഴ്ചകളിൽ അജന്ത കേവ്സ് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതും ശ്രദ്ധിക്കുക. ഇത് യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ഇവിടെ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ വരുമ്പം ഒരു ക്യാപ്പൊക്കെ എടുക്കുക. പിന്നെ വാട്ടർ ബോട്ടിൽ, പിന്നെ കംഫർട്ടബിളായ ഷൂസ് അതൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ 30 ബുദ്ധിസ്റ്റ് കേവ്സ് ആണ് ഉള്ളത്. 1819 ഒരു ബ്രിട്ടീഷ് ഓഫീസറായ ക്യാപ്റ്റൻ ജോൺ സ്മിത്താണ് ഈ ഗുഹകൾ കണ്ടുപിടിച്ചതെന്നാണ് പറയുന്നത്. ഈ കേവ്സിന്റെ ഡിസൈൻ ഒരു പ്രത്യേക രീതിയിലാണ്. ഈ മലകളുടെ താഴെ ഇങ്ങനെ സൈഡിലായിട്ട് ഇതിങ്ങനെ മുകളിൽ നോക്കിയാലൊന്നും പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല അവിടെ ഇങ്ങനെ കേവ്സ് ഉണ്ടെന്ന്. ഇവിടെ കേവ്സ് ഒക്കെ അടുത്തടുത്താണ്. ഓരോ കേവിൽ കയറുമ്പോഴും പുറത്ത് ചെരുപ്പ് അഴിച്ചിടണം. മിക്ക കേവ്സിലും ഉള്ളിൽ ബുദ്ധന്റെ സ്റ്റാച്യു ഉണ്ടാവും. പിന്നെ പെയിന്റിങ്സ്, ഒരു കൊത്തുപണികളൊക്കെ ചെയ്തത് അങ്ങനെയൊക്കെ കാണാം. ബുദ്ധന്റെ കഥകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, പെയിന്റിങ്സ് ആയിട്ടും കൊത്തുപണികളായിട്ടൊക്കെ. ഇത് BC 2nd സെഞ്ച്വറിയിലാണ് ഉണ്ടാക്കാൻ തുടങ്ങിയെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പെയിന്റിങ്സ് ഒക്കെ കുറെ നശിച്ചിട്ടുണ്ട്. കേവ്സ് ഒക്കെ അവർ നല്ല നീറ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. കുറെ കേവ്സ് ഒക്കെ കാണാൻ ഏകദേശം ഒരുപോലെയാണ്. അപ്പം നിങ്ങൾക്ക് മടുത്തുണ്ടെങ്കിൽ കേവ് 8 എക്സിറ്റ് ഉണ്ട്, അതുവഴി തിരിച്ചു പോരാം. പിന്നെ ഇവിടെ 2 നിലയുള്ള കേവ്സും ഉണ്ട്. ഇങ്ങനെ സ്റ്റെപ്പ് കയറി മേലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ബാൽക്കണി സെറ്റപ്പ് ഒക്കെ ഉള്ളത്. അവിടുന്ന് പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ പുറമുള്ള വ്യൂ ഒക്കെ കാണാം. ബ്രിഡ്ജും പിന്നെ കുറച്ച് കാട് പോലെയും അടിയിൽ കൂടെ ഇടുന്നൊരു പുഴയുണ്ട്, അത് എല്ലാം കാണാം. ലാസ്റ്റിലേക്കുള്ള കേവ്സിന്റെ പുറമെ കാണാൻ നല്ല ഭംഗിയാണ്. കുറെ കല്ലുകൊണ്ടൊക്കെ കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഈ ബുദ്ധന്റെ സ്റ്റൂപ്പ, പ്രയർ ഹാൾ ഇതൊക്കെ ലാസ്റ്റിലേക്കാണ് കാണാൻ പറ്റുന്നത്. ഇവിടെയാണ് കിടക്കുന്ന ബുദ്ധന്റെ പ്രതിമയും ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വരെ കാണുന്നത് നല്ലത്. ലാസ്റ്റിലേക്കാണ് കുറെ ഇതുപോലത്തെ ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് മൊത്തം കണ്ടു തീർക്കാൻ ഞങ്ങൾക്കൊരു 2.5 മണിക്കൂർ എടുത്തു. ഞങ്ങളിവിടെ തിരിച്ചു നടന്ന് 8th കേവിന്റെ എക്സിറ്റ് കൂടിയാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അവിടെ ഒരു പാലമുണ്ട്. ഈ പാലത്തിൽ കൂടെ കയറി കഴിഞ്ഞാൽ പുറത്തേക്ക് എത്തും. ഇതിന്റെ പുറത്ത് ഈ അജന്ത കേവ്സിന്റെ കംപ്ലീറ്റ് ഒരു മാപ്പ് ഉണ്ട്. ഈ ഇടയിൽ കൂടെ ഒഴുകുന്ന നദീന്റെ പേര് വാഗുര എന്നാണ്. പിന്നെ ഇവിടുന്ന് മേലോട്ട് കയറി കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ പോയിന്റ് കാണാൻ പറ്റും.
അവിടെ നോക്കിയാൽ നമുക്ക് കംപ്ലീറ്റ് ഗുഹകളെല്ലാം കാണാം. തിരിച്ച് എൻട്രൻസിലേക്ക് എത്തുമ്പം അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഗവൺമെൻറ് റെസ്റ്റോറൻ്റ് ആണ്. ഫുഡൊക്കെ നല്ലതായിരുന്നു. അവിടുന്ന് ലഞ്ചും കഴിച്ചിട്ട് നിങ്ങൾക്ക് ഹോട്ടലിലേക്ക് പോവാം. നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ നിങ്ങൾക്ക് കൃഷ്ണേശ്വർ ജ്യോതിർലിംഗ ടെമ്പിളിൽ വരാം. ഇവിടെ മൊബൈലൊന്നും അലൗഡ് അല്ല. അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെയാണ് എല്ലോറ കേവ്സ് ഉള്ളത്. അങ്ങോട്ടേക്ക് പോവാം. ഔറംഗാബാദ് സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3/4 മണിക്കൂർ ദൂരമുണ്ട്. ഞങ്ങൾ ടാക്സിയിലാണ് വന്നത്. ഇവിടേക്ക് ബസ്സസ് അവൈലബിൾ ആണ്. ഒരാൾക്ക് 40 രൂപയാണ് ഇവിടെ എൻട്രി ഫീ. ടാക്സിക്ക് ഒരു 1800 രൂപയായി ഞങ്ങൾക്ക് ഒരു ഫുൾ ഡേ കറങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ മൊത്തം 34 കേവ്സ് ആണുള്ളത്. നമ്മൾ കയറി വരുന്നതിൽ തന്നെ 16ാമത്തെ കേവ് ആണുള്ളത്. അവിടെയാണ് കൈലാഷ് ടെമ്പിൾ ഉള്ളത്. നമ്മൾ 20 രൂപ നോട്ടിൽ കാണുന്ന ഈ ഒരു സംഭവം ഉള്ളത് കൈലാഷ് ടെമ്പിളിലാണ്. ഈ ടെമ്പിൾ റീലിലൊക്കെ നല്ല ഫേമസ് ആയതുകൊണ്ട് ഇവിടെ മാത്രമേ അത്യാവശ്യം കൂടുതൽ ആൾക്കാരുണ്ടാവുള്ളൂ. ബാക്കി കേവ്സിലൊന്നും അത്രയും ആൾക്കാരൊന്നും ഉണ്ടാവില്ല. എല്ലോറ കേവ്സും യുനെസ്കോന്റെ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ഇവിടെ ചൊവ്വാഴ്ചകൾ ക്ലോസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. ഈ കൈലാഷ് ടെമ്പിൾ ഒറ്റപ്പാറയിൽ താഴോട്ട് കൊത്തിവെച്ചുണ്ടാക്കിയ ഒരു ടെമ്പിളാണ്. മഹാഭാരതത്തിലും രാമായണത്തിലെയും കഥകളാണ് ഇതിലോരോ കാർവിങ്സിലുള്ളത്. ഇതിൻ്റെ ഉള്ളിലൊരു വലിയ ശിവലിംഗം ഉണ്ട്. ഇവിടെ 1 മുതൽ 12 വരെയുള്ള ഗുഹകൾ ബുദ്ധമതത്തിന്റെയും 13 തൊട്ട് 29 വരെയുള്ള ഗുഹകൾ ഹിന്ദു മതത്തിന്റെയും പിന്നെ 30 തൊട്ട് 34 വരെയുള്ള ഗുഹകൾ ജൈനമതത്തിന്റെയും ആണ്. ഇതിന്റെ പുറത്ത് എല്ലോറ കേവ്സിന് ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ കൈലാഷ് ടെമ്പിളിന്റെ റൈറ്റ് സൈഡിലുള്ള 1 തൊട്ട് 15 വരെയുള്ള കേവ്സ് നടന്ന് തന്നെ കാണണം. പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ള 17 തൊട്ട് 34 വരെയുള്ള ഗുഹകളൊക്കെ കുറെ വിട്ടിട്ടാണ്. അവിടേക്ക് പോകാൻ വേണ്ടി ബാറ്ററി വെഹിക്കിൾസ് ഉണ്ട്. ഒരു 40 രൂപേനെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബാറ്ററി വണ്ടിയിൽ അവർ നമ്മളെ ഓരോ ഗുഹയിലും ഇറക്കുകയും ചെയ്യും. പിന്നെ അടുത്ത വണ്ടി വരുമ്പോൾ നമുക്ക് കയറി അടുത്ത ഗുഹയിലേക്ക് പോവാം. അതായിരിക്കും നല്ലത്. കാരണം നല്ല ദൂരമുണ്ട് ആ ഗുഹകളൊക്കെ തമ്മിൽ. ആദ്യം തന്നെ അവർ നമ്മളെ കൊണ്ടാക്കുന്നത് 30 തൊട്ട് 34 വരെയുള്ള ജൈന ഗുഹകളിലാണ്. അവിടെ ജൈൻ ടെമ്പിളൊക്കെ ഉണ്ട്. പിന്നെ 29 താഴോട്ടുള്ള ഹിന്ദു ഗുഹകളിലേക്കാണ് കൊണ്ടുപോവുക. അവിടെ നമുക്ക് രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥകളുടെയൊക്കെ കാർവിങ്സ് കാണാം. പിന്നെ 1 തൊട്ട് 15 വരെയുള്ള ഗുഹകളൊക്കെ നടന്നിട്ട് തന്നെ കാണണം. 1 തൊട്ട് 12 വരെയുള്ളത് ബുദ്ധിസ്റ്റ് ഗുഹകളാണ്. അവിടെ ഈ സന്യാസിമാർ താമസിച്ച വിഹാരങ്ങളും പ്രെയർ ഹാൾസും ഒക്കെയാണ് ഉള്ളത്. ഇവിടെ മൊത്തം കാണാൻ ഞങ്ങൾക്കൊരു 2.5 മണിക്കൂർ എടുത്തു. ഇതിനുള്ളിൽ പിന്നെ ഒരു നല്ല റെസ്റ്റോറൻ്റ് ഒന്നും ഇല്ല. ചെറിയൊരു സെൻ്ററാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടാണ് ലഞ്ച് കഴിച്ചത്. ഇതിവിടെ ഔറംഗാബാദ് കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഫുഡാണ്. നാൻ എന്നതിൻ്റെ പേര് പറഞ്ഞത്. തിരിച്ചു വരുമ്പം കുൽദാബാദ് എന്ന സ്ഥലത്തുമ്പം മുഗൾ എംപററായിരുന്ന ഔറംഗസേബിന്റെ ടോംബ് കാണാം. അദ്ദേഹത്തിന്റെ ശവകുടീരം ഭയങ്കര സിമ്പിൾ ആയിട്ടാണുള്ളത്. കാരണം അദ്ദേഹത്തിന് അത് നിർബന്ധമായിരുന്നു എന്ന് ഇവിടെ ഒരാൾ പറഞ്ഞു. ഔറംഗാബാദിലെ വേറൊരു ഫേമസ് സ്വീറ്റാണ് ഖാജ. ഇതും നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിലൊക്കെ കാണാൻ പറ്റും. എല്ലോറയും തിരിച്ചു വരുമ്പം കയറാൻ പറ്റിയ വേറൊരു സ്ഥലമാണ് ദൗലത്താബാദ് ഫോർട്ട്. എൻട്രി ഫീ 25 രൂപയാണ് ആയത്. ഇതിൽ 200 മീറ്റർ ഹൈറ്റിലുള്ള ഫോർട്ടാണ്. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് സിസ്റ്റം കാരണം ഈ ഫോർട്ട് നല്ല ഫേമസ് ആയിരുന്നു. ഈ ഫോർട്ട് നടന്നു കയറാൻ അറ്റ്ലീസ്റ്റ് ഒരു 1 മണിക്കൂറെങ്കിലും എടുക്കും. നമ്മൾ റെസ്റ്റ് ഒന്നും എടുക്കാതെ കയറുകയാണെങ്കിൽ. 750ഓളം സ്റ്റെപ്സ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതും വിട്ടിട്ടുള്ള സ്റ്റെപ്സ് ആണ്. മുകളിൽ കയറി കഴിഞ്ഞാൽ സിറ്റിൻ്റെ ഒരു 360 ഡിഗ്രി വ്യൂ ഒക്കെ കിട്ടും. പിന്നെ നിങ്ങൾ വൈകുന്നേരമാണ് അവിടെ എത്തുന്നതെങ്കിൽ വെയിലൊന്നും ഉണ്ടാവില്ല. ഇതിന് മുകളിൽ കയറിയ കുറച്ച് അമ്പലങ്ങളൊക്കെ ഉണ്ട്. കുറേ പേരൊക്കെ അവിടേക്ക് വരാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു വ്യൂ ആണ് കിട്ടുന്നത്. നിങ്ങൾക്ക് നല്ല കാറ്റുമാണ്. വൈകുന്നേരം 6 മണിയാണ് ഈ ഫോർട്ടിന്റെ ക്ലോസിംഗ് ടൈം. ലാസ്റ്റ് എൻട്രി ടൈം 4 മണിയാണ്. അപ്പൊ അതിനുള്ളിൽ വരാൻ നോക്കുക. നെക്സ്റ്റ് ഡേ മോർണിംഗ് നിങ്ങൾ ആദ്യം തന്നെ ബിബിക മക്ബറ കാണാൻ പോയി. ഇത് സിറ്റിന്ന് അധികം ദൂരമൊന്നും ഇല്ല, അടുത്ത് തന്നെയാണ്. നിങ്ങൾ പിന്നെ ഈ ഔറംഗാബാദ് വരുമ്പം വിന്റർ ടൈമിൽ വരുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ അധികം നല്ല ചൂടുള്ള സ്ഥലമാണ്. ഒരു നവംബർ ടു ഫെബ്രുവരി വരുമ്പം അത്യാവശ്യം തണുപ്പുണ്ട്. അതുകൊണ്ട് വെയിലുണ്ടെങ്കിൽ നമുക്ക് ചൂട് അധികം അറിയില്ല. പിന്നെ റെയിനി സീസണിൽ വരുമ്പോഴും കുഴപ്പമില്ല തോന്നുന്നു. മഴയ്ക്കാവുമ്പോഴും ചൂട് കുറവായിരിക്കുമല്ലോ. ഇവിടെ എൻട്രി ഫീ ഒരാൾക്ക് 25 രൂപയാണ്. സിറ്റിക്ക് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ലാസ്റ്റ് ഡേ വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം വേഗം കണ്ടിട്ട് നിങ്ങൾക്ക് തിരിച്ച് എയർപോർട്ടിലേക്ക് പോകാമല്ലോ ഫ്ലൈറ്റിന് ടൈം അനുസരിച്ച്. ഔറംഗസേബിന്റെ മകൻ അസംഷാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അസംഷാന്റെ അമ്മ ദിൽറസ് ബാനു ബീഗം മരിച്ചപ്പം അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് പണിതത്. ഇതിന്റെ ഡിസൈൻ കാണുമ്പോൾ നമുക്ക് താജ്മഹലായിരിക്കും ഓർമ്മ വരുന്നത്. ഒരു മിനി താജ്മഹൽ പോലെയാണ് കാണാൻ. ഡിസൈനിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ താജ്മഹലിന്റെ അത്ര വലുപ്പവും ഇല്ല. ഇതിന്റെ അകത്ത് ദിൽറസ് ബാനു ബീഗത്തിന്റെ ശവകുടീരാണ് ഉള്ളത്. അവിടുന്ന് പിന്നെ ഞങ്ങൾ പോയത് ഔറംഗാബാദ് കേവ്സിലേക്കാണ്. ഇവിടെ എൻട്രി ഫീ 40 രൂപയാണ്. ഇവിടെ 12 കേവ്സ് ആണ് ഉള്ളത്. അതും ചില കേവ്സ് കുറച്ച് വിട്ടിട്ടാണ്. നമ്മൾ വണ്ടിയിൽ തന്നെ അങ്ങോട്ട് പോകണം. ഇവിടുത്തെ 12 കേവ്സും ബുദ്ധിസ്റ്റ് കേവ്സ് ആണ്. നമ്മൾ ഈ അജന്തം എല്ലാവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഔറംഗാബാദ് കേവ്സ് കാണുമ്പോൾ അത്രയൊന്നും തോന്നില്ല. അവിടെയുള്ള ഒരു മിനി വേർഷനാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. ഇതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾ തിരിച്ചു മടങ്ങാമെന്ന് കരുതി. കാരണം ഞങ്ങൾക്ക് ഷിർദി എയർപോർട്ട് എത്തണമല്ലോ. ഇവിടേക്ക് 2 hours ദൂരമുള്ളതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. ഞങ്ങളുടെ ഫ്ലൈറ്റ് വൈകുന്നേരമായിരുന്നു.
ഞങ്ങളൊരു ഉച്ചയായപ്പോഴത്തേക്കും ഔറംഗാബാദിൽ നിന്ന് വിട്ടു. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.